നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തെ മത്സരം കളിക്കാൻ വേണ്ടി നാളെ കളിക്കളത്തിലിറങ്ങുകയാണ്. കൊച്ചിയിലാണ് കളി. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഇന്റർകാഷിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച ആദ്യത്തെ 2 മത്സരങ്ങളും പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കൽ ഇപ്പോൾ നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ സച്ചിൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോൾ വല കാത്തത് അർഷായിരുന്നു. എന്നാൽ ഈ കളിയാകുമ്പോഴേക്കും സച്ചിൻ അവൈലബിൾ ആണ്. പരിക്ക് മാറിയിട്ടുണ്ട്, അദ്ദേഹം അവൈലബിൾ ആണ്. അവരിൽ ആര് ഗോൾ വല കാക്കും എന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഡേവിഡ് കാറ്റ്ലർ പറഞ്ഞത് ബോത്ത് സച്ചിൻ ആൻഡ് അർഷ് ആർ അവൈലബിൾ, രണ്ടാളും അവൈലബിൾ ആണ്. ആര് കളിക്കും, ആര് ഗോൾ കീപ്പറായിട്ട് നിൽക്കും എന്നുള്ളത് ഞാൻ നാളെയാണ് തീരുമാനിക്കുക. ഐ വിൽ ഡിസൈഡ് ടുമാറോ ഹും ടു സ്റ്റാർട്ട്. ആര് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ നാളെ തീരുമാനിക്കുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഓർഗെ പെരാഡയസിൻ്റെ പെനാൽറ്റി അടക്കം തടഞ്ഞുകൊണ്ട് മികച്ച പ്രകടനമാണ് അർഷ് നടത്തിയത്. അതുകൊണ്ട് അർഷ് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സച്ചിൻ ഒരു അർഷ് ഒരു ഫൈനൽ തീരുമാനം നാളെ മാത്രമേ എടുക്കൂ എന്ന് കോച്ച് പറയുന്നു. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എതിരാളികളെ ചെറുതായി കാണേണ്ട, ഒരു പൈ ലീഗിൽ നിന്ന് വന്നവരാണല്ലോ. പക്ഷേ അദ്ദേഹം പറയുന്നു ഇന്റർ കാശി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അവർ വളരെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിഫെൻസീവ്ലി അവർ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല. മത്സരം വിജയിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ പരിശ്രമിക്കേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നാളെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.